ഹലോ ഗൈസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്താ ഉണ്ടാക്കണോ? അപ്പോൾ ഗൈസ്, നമുക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ട് വരാം. ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ നിൽക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എന്നെ ഹെൽപ്പാക്കണത്. ഓരോരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ഓര് ചെയ്തു തരും, മോനാണെങ്കിലും മോളാണെങ്കിലും. അപ്പോൾ മോൾ എന്ത് ചെയ്തു, ക്യാബേജ് ഉള്ളിയൊക്കെ എടുത്തു. മോനും തന്നെ അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് ക്യാരറ്റ് ബീൻസൊക്കെ എടുത്തു തന്നു. അപ്പോൾ ഇതിൽ ഞാനിനി അത് വേവിക്കാനുള്ള വെള്ളം എടുക്കട്ടെ. വെള്ളം എടുത്തിട്ട് ന്യൂഡിൽസ് സെറ്റാക്കാൻ നോക്കട്ടെ. അതിനിടയിൽ മോനവിടെ പണി ഉണ്ടാക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അതാരടാ പൊട്ടിച്ചത്? അത് കത്തിരി, എനിക്ക് മനസ്സിലായി. ആരെന്നോട് പൊട്ടിക്കാൻ പറഞ്ഞേ? മുറിച്ചുട്ടു. മിച്ച് വേവിക്കട്ടെ, ഫുള്ള് കൊണ്ടാ. അതങ്ങനെ കഴിക്കാൻ പറ്റില്ല. താങ്ക് യു. ആ, അതും കൊണ്ട. അത് കയ്യിലെടുത്തു കൊണ്ട. താങ്ക് യു. വെൽക്കം. അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ന്യൂഡിൽസ് അതിലേക്ക് ഇടുക. ഇത് ഞാൻ പൊടിയാക്കിയതല്ല കേട്ടോ, മോനാകെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തല്ലി നല്ലപോലെ പൊടിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലുണ്ടായിരുന്നൊരു പൊടി ഉണ്ടാവും, അതുകൂടെ ആഡ് ചെയ്യണം. ഞാനൊരു പാക്ക് പൊടി ഇപ്പോൾ നേരത്തെ ആഡ് ചെയ്തു. ഇനി ഒന്ന് അതിനുള്ള മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു പച്ചക്കറികളൊക്കെ ഇട്ടുകൊണ്ടുള്ള ന്യൂഡിൽസാണ് ഞാൻ ഉണ്ടാക്കാറ്. എനിക്ക് വലിയ താല്പര്യമല്ല, പക്ഷേ മക്കളിങ്ങനെ അവർക്ക് വേണം പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ അവർക്ക് ഉണ്ടാക്കണമല്ലേ വിചാരിച്ച് ഞാൻ ജസ്റ്റ് ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഞാൻ അവർക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാറ്. ന്യൂഡിൽസ് ഓൾറെഡി അൺഹെൽത്തി ആവട്ടെ, അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ടുള്ളത് വരെ വയറ്റിലേക്ക് ചെന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണത്. അങ്ങനെ ഏതായാലും നമ്മുടെ ന്യൂഡിൽസ് സെറ്റായി വന്നിട്ടുണ്ട്. അത് വെള്ളത്തിൽ നിന്ന് അത് എടുത്തിട്ട് ഊറ്റാനായിട്ട് കുറച്ച് ടൈം വെക്കും. അങ്ങനെ ന്യൂഡിൽസ് വേവായി വരുന്ന സമയം കൊണ്ട് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തു. അതിൽ ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, സവാള, ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് നമ്മൾ ചട്ടി അടുപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, സവാള ഇടുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആദ്യമൊക്കെ ഞാൻ ഓരോന്നായിരുന്നു കേട്ടോ വയറ്റി കൊടുത്തിരുന്നത്. അപ്പോൾ പിന്നെ ഗ്യാസിന് ഭയങ്കര ഒരു ക്ഷാമം നേരിടുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബാക്കി വെജിറ്റബിൾസൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് ചട്ടിയിലോട്ടിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് അത് വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചു. അതിലേക്ക് പിന്നെ അതിൽ തന്നെ ഉള്ളൊരു മസാലപ്പൊടീൻ്റെ പാക്കുണ്ട്, അതും കൂടെ ആഡ് ചെയ്യും കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നമ്മൾ വേവിച്ച് വെച്ച ന്യൂഡിൽസ് ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്യുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം ന്യൂഡിൽസ് സെർവ് ചെയ്യുക. മക്കളൊക്കെ കഴിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. രസമുണ്ടോ അനിയോ? നോട്ടെ, സൂപ്പർ.